നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് രേഖാചിത്രം എന്ന മിസ്റ്ററി ക്രൈം ഡ്രാമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 181 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ദ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിനു ശേഷം ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സിനിമയുടെ തുടക്കത്തിൽ പാലക്കാട് ജില്ലയിലെ മലക്കപ്പാറ എന്ന പ്രദേശത്തേക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വിവേക് ഗോപിനാഥ് എന്ന ഉദ്യോഗസ്ഥൻ. അയാൾക്ക് അവിടെ ആദ്യം തെളിയിക്കാനായി കിട്ടുന്ന കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. സമൂഹത്തിലെ ഉന്നതനായ ഒരു വ്യക്തിയുടെ ആത്മഹത്യയും അയാൾ മരണത്തിന് മുൻപ് നടത്തിയ ഫേസ്ബുക്ക് ലൈവിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമാണ് അയാൾ തേടിയെത്തിയത്. അതിന് പിന്നിലുള്ള അയാൾ ആരോപിക്കുന്ന ക്രൈമിലെ സത്യാവസ്ഥ കണ്ടെത്തുക എന്നതായിരുന്നു അയാളുടെ ടാസ്ക്. തുടക്കത്തിലെ തന്നെ ഉന്നതർ ഉൾപ്പെട്ട കേസായതുകൊണ്ട് അയാൾക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നുണ്ട്. വിവേകിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ദിവസം ഒരടി മുന്നോട്ട് വെച്ചാൽ പിറ്റേന്ന് 2 അടി പിന്നോട്ട്. അങ്ങനെയായിരുന്നു അയാളുടെ യാത്ര. ആ യാത്രയിലുടനീളം ആ കഥാപാത്രം അയാൾ അന്വേഷിക്കുന്ന കേസിലെ മരണപ്പെട്ട പെൺകുട്ടിയുടെ ആത്മവ്യഥകൾക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നതിലാണ് പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകം. മരിച്ചതാരാണെന്നും കൊന്നതാരാണെന്നും തുടക്കത്തിലെ തന്നെ കാണിക്കുന്നുണ്ട്. മിസ്റ്ററി സിനിമകളിലെ സ്ഥിരം പാറ്റേണായ കഥാവസാനത്തിലെ ട്വിസ്റ്റ് ഇതിൽ ഇല്ല. പിന്നെ എന്താണ് ഈ ചിത്രത്തെ മികച്ചതാക്കുന്നതെന്ന് ചോദിച്ചാൽ, മുൻപ് ഞാൻ പറഞ്ഞതുപോലെയുള്ള കഥാപാത്രങ്ങളുടെ പ്രകടനവും അതേപോലെ തന്നെ തിരക്കഥയും സംവിധാനവുമാണ്. ആസിഫ് അലി തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന നെടുംതൂൺ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രകടനം ആട്ടം എന്ന സിനിമയിലൂടെ എല്ലാവർക്കും പരിചിതയായ സെറിൻ ഷിഹാബിൻ്റേതാണ്. പിന്നീട് അനശ്വര രാജൻ, ഇന്ദ്രൻസ്, സിസ്റ്റർ ജെഫിയുടെ വേഷം ചെയ്ത മേഘ തോമസ്, ഒറ്റ സീനിലേ വരുന്നുള്ളെങ്കിലും അത് ഗംഭീരമായി അവതരിപ്പിച്ച സിദ്ദിഖ്, മനോജ് കെ ജയൻ തുടങ്ങിയവരൊക്കെയാണ്. 1985 ഒരു സിനിമയും അതിലെ ഷൂട്ടിംഗ് പരിസരങ്ങളുമാണ് ചിത്രത്തിലേക്ക് കടന്നു വരുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ബുദ്ധിമുട്ടുകൾ, വെള്ളി വെളിച്ചത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, എന്നെങ്കിലും ഒരിക്കൽ ഒരു സെൻട്രൽ ക്യാരക്ടറിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. പഴയകാലത്തെ സിനിമയുടെ ഷൂട്ടിംഗ് പരിസരമാണെന്ന് പറഞ്ഞു. ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഫീലാണത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് പണം സമ്പാദിക്കുന്ന യൂട്യൂബർമാരെ ചെറിയ തോതിൽ ഇതിൽ കളിയാക്കുന്നുണ്ട് ഈ സിനിമയിൽ. എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾക്കാണല്ലോ ആളുകൾക്ക് ഇടയിൽ പ്രചാരം കൂടുന്നത്. പണ്ടത്തെ സിനിമാ പരസ്യങ്ങളിൽ പ്രധാനം പങ്ക് വഹിച്ചിരുന്നതായിരുന്നല്ലോ ഈ നാന പോലെയുള്ള സിനിമാ മാഗസിനുകളിലും അതിൽ വരുന്ന വാർത്തയും അതിൻ്റെ റിപ്പോർട്ടർമാരും ഒക്കെ. അവരൊക്കെ പ്രധാന ഒരു ഘടകമായിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു കാലത്ത് ഏറ്റവും പ്രധാനമായതൊക്കെ കാലം കഴിയും തോറും അപ്രസക്തമാവും. കാലം അഥവാ സമയം, അതൊക്കെ മനുഷ്യനെ പലതും പഠിപ്പിക്കും. പണ്ടുള്ളവർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളുമെന്ന്. അതൊക്കെ തെറ്റാണെന്നും ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നും സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനോഹരമായ ഛായാഗ്രഹണമാണ് ഇതിൻ്റേത്. അപ്പു പ്രഭാകറാണ് ഇതിൻ്റെ DOP. കാടിൻ്റെ പശ്ചാത്തലം കാണിക്കുന്ന സമയത്തും വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഒരു കടൽ തീരവും അതിൽ കുറച്ച് വീടുകളും അതേപോലെ തന്നെ കടൽ തീരത്തൂടെ നടന്നു പോകുന്ന അനശ്വരയുടെ കഥാപാത്രമൊക്കെ കാണിക്കുന്ന ആ സീനൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതോടൊപ്പമാണ് മുജിത് മജീദ് ചെയ്ത മ്യൂസിക്കും. മിസ്റ്ററി സിനിമയിലെ പ്രധാന ഒരു ഘടകമാണല്ലോ പശ്ചാത്തല സംഗീതം. എങ്ങനെയാണ് ഈ പ്രേക്ഷകനെ ഈ കഥയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മ്യൂസിക്. അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലെ മറ്റൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ള ആളാണ് നിശാന്ത് സാഗർ. DYSP ഫ്രാൻസിസ് എന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തെ പല സിനിമകളിലെ വില്ലൻ വേഷങ്ങളിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇയാൾക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു, എന്നെങ്കിലുമൊക്കെ നല്ല നല്ല വേഷങ്ങൾ വരുമായിരിക്കും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു. അത്തരമൊരു വേഷത്തിൽ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പാസ്റ്റും പ്രസൻസും ഇടകലർത്തിയുള്ള ഒരു തിരക്കഥാ രചനയിൽ പാസ്റ്റിനുള്ളിലെ പാസ്റ്റ് കാണിക്കുന്ന ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയിൽപ്പെടുന്ന ജോണറാണ് ഇതിനുള്ളത്. അതും AI-യുമാണ് ഇതിൻ്റെ പ്രധാന ഘടകം. പഴയ സിനിമയിലെ പ്രധാന നടനെ കാണിക്കുന്നതോടൊപ്പം എന്തുകൊണ്ട് അതിലെ പ്രധാന നടിയെ കാണിച്ചില്ല എന്നൊരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അതും വേണമെങ്കിൽ ഒന്ന് കാണിക്കാമായിരുന്നു. മികച്ച രീതിയിൽ ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ജോൺ മന്ത്രിക്കലാണ്. ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്നാണ്. ഇതിൻ്റെ വസ്ത്രാലങ്കാരവും വളരെ മികച്ചു നിന്നു. ജേർണലിസ്റ്റായ പെൺകുട്ടിയുടെ സാരി, പഴയകാലത്തെ കഥാപാത്രങ്ങളുടെ പ്രത്യേകിച്ചും അനശ്വരയുടെ വേഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു.
പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരാൾ ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത്രയധികം പ്രാധാന്യമുണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. റിവ്യൂ ഇഷ്ടമായാൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ ഇതിനോടകം കണ്ടവരാരെങ്കിലും ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കണ്ടു വന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു സിനിമയുമായിട്ട് പെട്ടെന്ന് വരാം.